ഹലോ, ഗുഡ് മോർണിംഗ്. ബിസിനസ് റിസർച്ച് മെത്തേഡിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നെക്സ്റ്റ് വരുന്നത് ഇനി റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ് ആണ്. ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റേജസ്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് ഈസ് എ ക്രൂഷ്യൽ സ്റ്റേജ് ഓഫ് റിസർച്ച് വർക്ക്. റിസർച്ച് വർക്കിൽ തന്നെ ക്രൂഷ്യലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ളത്. ദ റിപ്പോർട്ട് ഷുഡ് ബി റിട്ടൺ ഫോർ സ്പെസിഫിക് റീഡേഴ്സ്. ഇനി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് തന്നെ സ്പെസിഫിക് റീഡേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിനായിരിക്കും, അതല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിനായിരിക്കും. റിസർച്ച് സ്കോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ആ രീതിയിലായിരിക്കും നമ്മൾ റിസർച്ച് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ദർ ഈസ് നോ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് സ്റ്റൈൽ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിനൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഇല്ല. ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയാൻ, അങ്ങനെ കാണിക്കാനൊരു ഫോമാറ്റ് ഇല്ല. പകരം എന്താണ്, ഓരോരുത്തരുടെ ഇതിനനുസരിച്ച്, അതായത് ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു റിപ്പോർട്ടിൻ്റെ മോഡലാണ് നമ്മൾ യൂസ് ചെയ്തുണ്ടാവുക. ഓക്കെ, അതല്ലാണ്ട് ഇത് മാത്രമേ യൂസ് ചെയ്യാവൂന്ന് പറഞ്ഞിട്ടൊരു ഫിക്സ്ഡ് ഫോമാറ്റ് അതിനില്ല എന്നുള്ളതാണ്. ഫോളോയിങ് ആർ ദ മേജർ സ്റ്റേജസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിൻ്റെ മേജർ സ്റ്റേജസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. Understanding the report brief. It means the researcher should understand and should know everything about the research study. ഇനി നമ്മൾ ടോട്ടൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ സ്റ്റഡീനെ നമ്മളൊരു റിപ്പോർട്ടാക്കി മാറ്റുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സ്റ്റഡീനെ കുറിച്ച് കംപ്ലീറ്റ് നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയണം. എന്നിട്ട് അത് ബ്രീഫാക്കി എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഗാദറിംഗ് മെറ്റീരിയൽ ആൻഡ് ഡാറ്റ. നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഇറ്റ് മീൻസ് ഓൾ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ടു റൈറ്റ് എ റിപ്പോർട്ട് ഷുഡ് ബി കളക്റ്റഡ് ബൈ ദി റിസർച്ചർ ഫ്രം ദി വേരിയസ് സോഴ്സസ്. ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് നമുക്ക് ഈ റിപ്പോർട്ട് എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവും. റെഫറൻസസ് ആയാലും നമ്മൾ നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് ആയാലും ഒരുപാട് ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇനി മേക്ക് ഓവറോൾ റിപ്പോർട്ട് ഫോമാറ്റ് എന്നുള്ളതാണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. ദ റിസർച്ചർ ഷുഡ് മേക്ക് എൻ ഓവറോൾ ഫോമാറ്റ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട് ബിഫോർ സ്റ്റാർട്ടിങ് ടു റൈറ്റിംഗ് ഓഫ് ദി റിപ്പോർട്ട്. റിപ്പോർട്ട് എഴുതാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ആ ഒരു റിസർച്ച് റിപ്പോർട്ടിന് കംപ്ലീറ്റ് ആവശ്യമുള്ള ഒരു ഫോമാറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ റിപ്പോർട്ട് കംപ്ലീറ്റ് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു ഫോമാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം ആദ്യം തന്നെ. എന്നിട്ട് വേണം റിസർച്ച് റിപ്പോർട്ട് എഴുതി തുടങ്ങാൻ. It means what should be the heading, what should be the introduction, what methodology should be given in which way the report to be presented. അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ് വരിക, എങ്ങനെയാണ് ഓരോ സെക്ഷനും വരിക, ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം, റിസർച്ച് മെത്തഡോളജി എങ്ങനെയായിരിക്കണം, ഈ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു ഫോമാറ്റ് അല്ലെങ്കിൽ നേരത്തെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേജ് വരുന്നത്. A detailed outline of the report is to be prepared. That means the material should be organized into suitable sections and headings. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പോർട്ട് എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഓരോ സെക്ഷൻക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജസിൽ എന്തൊക്കെ കൊടുക്കണം, അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് എന്നുള്ള പാർട്ടിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള കംപ്ലീറ്റ് ഐഡിയാസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള ഡാറ്റാസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Then drafting the report ആണ്. There are 3 steps involved in the actual writing of a report. റിപ്പോർട്ട് എഴുതുന്നതിൽ 3 steps ഉണ്ട്. such as ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ് ആൻഡ് തേർഡ് ഡ്രാഫ്റ്റ്. ഫൈനലി നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ റിപ്പോർട്ട് എഴുതാൻ പോകുന്നത്. ഈ എഴുതുന്ന സമയത്ത് അതിൽ 3 സ്റ്റെപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആദ്യത്തേത്, ഇറ്റ് ഡീൽസ് വിത്ത് ദി കോൺസെൻട്രേഷൻ ഓൺ ദി സബ്സ്റ്റൻസ്. ദാറ്റ് മീൻസ് ദ റിപ്പോർട്ട് ഷുഡ് ബി ഫുൾ ഓഫ് ഫാക്ട്സ്. ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് ആ ഫാക്ട്സിലേക്കാണ്, അതായത് അതിൻ്റെ ആ ഒരു എസെൻസ് ആയിട്ടുള്ള ആ ഒരു ബോഡി പാർട്ടിലേക്ക് നമ്മൾ റിസർച്ച് എന്തിനെ കുറിച്ചിട്ടാണോ ആ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫാക്ട്സ് ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് ഡ്രാഫ്റ്റിൽ ഹിയർ ദ റിസർച്ചർ ഈസ് റിക്വയർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഫോം ആൻഡ് ലാംഗ്വേജ് ഇൻ ദി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലെ ഫോം, അതിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലാംഗ്വേജിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ഡ്രാഫ്റ്റിൽ. Then third draft ആണ് which concentrate mainly on final touch. It includes making the report more attractive. ഇവിടെ ഫൈനൽ ടച്ച് ആണ്, അതായത് നമ്മൾ ആദ്യം ആ ഒരു ബോഡി അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ഒരു റഫ് പോലെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ എഡിറ്റിംഗ് വരുത്തുക, അതുപോലെ തന്നെ അതിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കളേഴ്സോ അല്ലെങ്കിൽ ആ രീതിയിൽ ബോർഡേഴ്സൊക്കെ ആഡ് ചെയ്യുക. ഈ രീതിയിൽ ചെയ്യുന്നതിനെയാണ് ഫൈനൽ ആയിട്ടുള്ള തേർഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നുണ്ട്, എഡിറ്റിംഗ് ദി ഫൈനൽ ഡ്രാഫ്റ്റ് എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് ചെക്കിംഗ് ദ ഫൈനൽ റിപ്പോർട്ട് ടു എൻഷുർ ദാറ്റ് ദ റിപ്പോർട്ട് ഈസ് ഫ്രീ ഫ്രം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആൻഡ് ഗ്രാമറ്റിക്കൽ എറേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ച് കഴിഞ്ഞിട്ട് ബോർഡേഴ്സ്, കളേഴ്സ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്സോ ഗ്രാമർ മിസ്റ്റേക്സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് എഡിറ്റ് ചെയ്ത് റികറക്റ്റ് ചെയ്യുന്നതിനെയാണ് 6th സ്റ്റേജിൽ എഡിറ്റിംഗ് ആൻഡ് ദി ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി 7th വൺ ഡോക്യുമെൻറ്റേഷൻ ആണ്, വിച്ച് ഡീൽസ് വിത്ത് പ്രസൻറ്റിംഗ് ദി വേരിയസ് എവിഡൻസസ് ആൻഡ് റിസോഴ്സസ് യൂസ്ഡ് ഫോർ ദി റിസർച്ച് സ്റ്റഡി. ഇനി ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് എഴുതിയതിന് ശേഷം നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫാക്ട്സ് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻസസ് ഉണ്ടാവും, തെളിവുകളുണ്ടാവും, ഡിഫറെൻറ്റ് റിസോഴ്സസ് ഉണ്ടാവും. ഇതെല്ലാം കളക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്യുമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫുട് നോട്ട്സ്, ബിബ്ലിയോഗ്രഫി, ടേബിൾസ്, ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്, കൊട്ടേഷൻസ് ആൻഡ് അപ്പൻഡിക്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റൻഡഡ് ടു സഫർ റീഡേഴ്സ് ടു ദി എക്സാക്ട് പേജ് ഓഫ് ദി വർക്ക്സ് ലിസ്റ്റഡ് ഇൻ ദി റിപ്പോർട്ട്. ഫുട് നോട്ട്സ് പറഞ്ഞാൽ നമുക്ക് കാണാം ടേബിളിൻ്റെ അടിയിലൊക്കെ ഫുട് നോട്ട്സ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആർ ഇൻറ്റൻഡഡ് ടു സഫർ റീഡേഴ്സ് ടു ദി എക്സാക്ട് പേജ് ഓഫ് ദി വർക്ക്സ് ലിസ്റ്റഡ് ഇൻ ദി റിപ്പോർട്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നമ്മൾ ഫുട് നോട്ട് കൊടുക്കും. സോ അത് റീഡ് ചെയ്യുമ്പോൾ റീഡേഴ്സിന് എന്ത് കിട്ടും, എക്സാക്റ്റ് ആ പേജ് എവിടെയാണ് അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത് എവിടെയെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. Then tables, charts and diagrams will be useful for the better presentation of the data analysis and interpretation. ടേബിൾസും ചാർട്ട്സും നമുക്കറിയാം, നമുക്ക് ആ ഒരു അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ബിബ്ലിയോഗ്രഫി ആണ്. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് സോഴ്സസ് യൂസ്ഡ് ബൈ ദ റിസർച്ചർ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫോർ റിസർച്ച് റിപ്പോർട്ട്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സോഴ്സസ് ആണ്. ഓക്കെ, അതിനെയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയാം. 2 ടൈപ്പ് ബിബ്ലിയോഗ്രഫി ഉണ്ട്, വർക്കിംഗ് ബിബ്ലിയോഗ്രഫി ആൻഡ് ഫൈനൽ ബിബ്ലിയോഗ്രഫി. വർക്കിംഗ് ബിബ്ലിയോഗ്രഫി ആർ പ്രിപ്പയർഡ് ബിഫോർ ദി സെലക്ഷൻ ഓഫ് ദി റിസർച്ച് പ്രോബ്ലം ആൻഡ് ഫൈനൽ ബിബ്ലിയോഗ്രഫി ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് റിസർച്ച് സ്റ്റഡി. അപ്പോൾ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ, വർക്കിംഗ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റിസർച്ച് പ്രോബ്ലം ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ റിസർച്ചിനെ കുറിച്ചിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പ്രോബ്ലം സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ടാവും. അതാണ് വർക്കിംഗ് ബിബ്ലിയോഗ്രഫി. എന്നാൽ റിസർച്ചൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സോഴ്സസിനെയാണ് നമ്മൾ ഫൈനൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയാം കേട്ടോ. ദെൻ കൊട്ടേഷൻസ് ആണ്. കൊട്ടേഷൻസ് ആർ യൂസ് ടു ഷോ എക്സാക്ട് കോപ്പി മെയ്ഡ് ഫ്രം സം സോഴ്സസ്. കൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് എന്തെങ്കിലും എക്സാക്ട് കോപ്പി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊട്ടേഷൻസ് കൊടുക്കുക. ദെൻ അപ്പൻഡിക്സ് ആണ്. അത് എവിഡൻസ് ഓർ എക്സ്പ്ലനേഷൻസ് വിച്ച് വിൽ സപ്പോർട്ട് ദി ഡാറ്റ ഇൻ ദി റിസർച്ച് റിപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള ഡാറ്റനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനെയറോ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അറ്റസ്റ്റ് ചെയ്യുന്നതിന്, അത് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് അപ്പൻഡിക്സ് എന്ന് പറയാം കേട്ടോ. ദെൻ 8th സ്റ്റേജ് വരുന്നത് ഫൈനൽ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആണ്. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട് ഈസ് പബ്ലിഷിംഗ് റിപ്പോർട്ട് ത്രൂ വേർഡ് പ്രോസസ്സിംഗ് പ്രിപ്പയറിംഗ് ദി റൈറ്റിംഗ് ഓഫ് പബ്ലിഷിംഗ്. ഓക്കെ, അതായത് വേർഡ് പ്രോസസ്സിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ റിപ്പോർട്ടിനെ പ്രിപ്പയർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ?